പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രതിവചന സങ്കീർത്തനത്തിൽ നിന്ന് തുടങ്ങണം നമുക്കിന്ന്. കർത്താവെ, അങ്ങേ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവെ, അങ്ങേ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. സുവിശേഷം നമുക്ക് കാണിച്ചു തരും എത്രമാത്രം കരുണയോടുകൂടെ കർത്താവ് നമ്മളെ കടാക്ഷിക്കുന്നുവെന്ന്. പരിശുദ്ധ മാതാവ് ഈശോയെ കാണാനായിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതാ നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഇത് തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഇങ്ങനെ അവൻ്റെ കൂടെ നിൽക്കുന്ന, അവനിലേക്ക് എത്തിച്ചേരുന്ന ഓരോ മനുഷ്യരെയും സ്വന്തം അമ്മയും സഹോദരങ്ങളുമായി കണക്കാക്കാനും മാത്രമുള്ള കരുണ, അത്രയ്ക്ക് വലിയ കാരുണ്യം. അതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. കർത്താവേ, അങ്ങേ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. അവിടുത്തെ കാരുണ്യം അങ്ങ് അവിടുന്ന് ചൊരിയുന്ന കാഴ്ചയാണ്. പരിശുദ്ധ മാതാവിനെ കണക്ക്, സഹോദരങ്ങളെ കണക്ക് അവിടുന്ന് നമ്മളെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ തിരുമുൻപിൽ നിൽക്കുന്ന ഓരോരുത്തരോടും അതേ സ്നേഹം, അതേ കരുതൽ അവിടുന്ന് കാണിക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം. അകന്ന് നിൽക്കുന്ന കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ സ്വീകരിക്കപ്പെടുമോ എന്ന് സംശയിച്ച് നിൽക്കുന്ന, കർത്താവിൻ്റെ കരുണയിൽ ഇതുവരെയും വിശ്വസിക്കാത്ത, ഇതൊന്നും പൊറുക്കപ്പെടാതെ എൻ്റെ ജീവിതം ഈ തെറ്റിൽ തന്നെ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന മക്കളില്ലേ, പ്രിയപ്പെട്ടവരില്ലേ, അവരോടൊക്കെ പിടിച്ചിരുത്തി ഒന്നാമത്തെ വായനയൊന്ന് വായിച്ചു കൊടുക്കുക. വേറൊന്നും ഇന്ന് ധ്യാനിക്കേണ്ട കാര്യമില്ല. അതാ ഈ കരുണയെക്കുറിച്ചിട്ട് കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വച്ചു പുലർത്തുന്നില്ല. അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും. പിന്നീടുണ്ട് വലിയ ശക്തി നൽകുന്നു. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പൂർവികർ വഴിയായിട്ട് വന്നു പോയിട്ടുള്ള ശാപവും തിന്മകളും അതിനെക്കുറിച്ചുള്ള ആകുലതകളുമായിട്ട് ജീവിച്ചിരിക്കുന്നവരോട് കർത്താവ് പറയും, പൂർവ്വകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രാഹത്തോട് കാരുണ്യവും കാണിക്കും. കാലങ്ങളായിട്ടുള്ള തലമുറകളായിട്ട് ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ആഴിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയും. അവിടെ നമ്മുടെ അകൃത്യങ്ങളെ അവിടെ നിന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടെ നിന്ന് തൂത്തെറിയും. ആ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് അത്ഭുതപ്പെട്ടിട്ടാണ് മിക്ക പ്രവാചകൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? ആ കർത്താവിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ. നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ അവിടത്തോട് കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പറയും, നീ എനിക്ക് അമ്മയെപ്പോലെയാ, നീ എൻ്റെ സഹോദരനെ പോലെയാ. അവൻ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും. കർത്താവേ, ഇതിലും വലിയൊന്നും കിട്ടാനില്ല. ചേർത്ത് പിടിച്ചിട്ട് ഒരാൾ പറയാണ്, ദൈവം പറയാണ്, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ഈശോ നമ്മളോട് പറയാണ്, നീ എൻ്റെതാന്നേ. എത്ര മോശപ്പെട്ടവനാണെന്നുള്ള നോട്ടമൊന്നുമില്ല. അതൊക്കെ കർത്താവ് ഇങ്ങനെ കടലിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുന്നു, ചവിട്ടി മെതിക്കുന്നു പറഞ്ഞേക്കണേ. ആ കരുണയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെ തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, അകന്നു നിൽക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവിടുത്തെ കാരുണ്യം അനുഭവപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി, അതിൻ്റെ തിരിച്ചറിവുണ്ടാവട്ടെ എന്ന വലിയ ആഗ്രഹത്തോടുകൂടിയുള്ള പ്രാർത്ഥന സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ദിവ്യ കാരുണ്യത്തിൻ്റെ അനുഗ്രഹം കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
കർത്താവെ, അങ്ങേ കാരുണ്യം ഞങ്ങളിൽ ചൊരിയണമേ. കർത്താവ് നൽകിയ കരുതലും കരുണയും ഓർത്തെടുത്തുകൊണ്ട് അവിടുന്ന് നമ്മൾ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരങ്ങളാണെന്ന് പറയുന്നത് സ്വപ്നം കാണാനായിട്ടുള്ളൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.